അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മക്കൾക്ക് ഇന്ന് ഇൻട്രോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സിയാമോൾ പറഞ്ഞു ഇന്ന് സൈബയാണ് ഇൻട്രോ കൊടുക്കുമ്പോൾ അന്ന് ഞാനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൾ കൊടുത്തപ്പോൾ സൈബ തെറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന സൈബയും കൂടെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് സൈബയും ഇൻട്രോ പറഞ്ഞു. അപ്പോൾ അതേ നമ്മളിപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് സുഭാഷ് പാർക്ക്. അപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ എത്താനായിട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവ് പോണതിൻ്റെ കാരണം എനിക്കൊരു റിംഗ് ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു മൊബൈൽ സ്റ്റാൻഡും കൂടി വാങ്ങണം. അപ്പോൾ ഡ്രസ്സും എല്ലാം അവിടെ നിന്ന് തന്നെ ഒരിടത്തുനിന്ന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ അതേ ഇക്ക വണ്ടി പാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് പാർക്ക്, മറൈൻ ഡ്രൈവിൻ്റെ പാർക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഇക്ക വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നിന്ന് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കാറ്. അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഡ്രസ്സ് അപ്പം ഞങ്ങളിതേ ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. എപ്പോഴും അപ്പം ഞങ്ങളൊരു ഷോപ്പ് കണ്ടിട്ട് അവിടെ കയറി. ഒരുപാട് നല്ല ചുരിദാറുകളുണ്ട് കേട്ടോ. പിന്നെ വീഡിയോയിൽ ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇക്കാക്ക് ഞാൻ കുർത്തിട്ട് കാണുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ നിർബന്ധത്തിന് കുറേ ചുരിദാറുകൾ ഇങ്ങനെ നോക്കി എന്നല്ലാതെ ഞാനാണെങ്കിലും അത് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി വണ്ണം കൂടി വെച്ചപ്പം നല്ല വണ്ണമുള്ള പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ മൊബൈൽ സ്റ്റാൻഡും റിംഗ് ലൈറ്റും കൂടി വാങ്ങാനായിട്ട് കയറി. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് നല്ല കടകൾ കാണുകയാണെങ്കിൽ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വണ്ടി എടുക്കാനായിട്ട് പോയപ്പോഴാണ് ട്രെൻഡ്സ് കണ്ടത്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടോ. അവിടെ കയറിയപ്പം സിയാമോൾക്ക് പാൻറ്റ് ഇട്ടുമ്പം ഈ പറഞ്ഞ പോലെ ടോപ്പ് ഇട്ടില്ല. അങ്ങനെ ഓരോന്ന് സൈബാക്ക് നല്ല അളവിനുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു കടയിൽ നിന്ന് എടുത്താൽ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. സമയം കളയണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി. കാരണം ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ തലേന്ന്, അതായത് ലാസ്റ്റ് നോമ്പിൻ്റെ അന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് ഞങ്ങൾ നേരെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ഇതൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് കേട്ടോ. താബ റെസ്റ്റോറൻറ്റ് എന്ന് കണ്ടപ്പോൾ കയറിയതാണ്. പഞ്ചാബി ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്കും ഇക്കാക്കും വെറൈറ്റി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഫുഡ് മുഖ്യം ബിഗില് എന്നാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കടയിൽ കയറി എല്ലാം ഓർഡർ ചെയ്തു കേട്ടോ. ഒന്നും പറയാനില്ല, പഞ്ചാബി ഫുഡ് വേറെ ലെവലാണ്, അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ഫുഡ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ അറിയാത്തതുകൊണ്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരായിരുന്നു. ഇത് നമ്മുടെ തൈരും പിന്നെ മല്ലിയില തോന്നുന്നു അത് അരച്ചത്, പിന്നെ ഇത് സവാള പിന്നെ ബീട്രൂട്ടും കൂടെ ഒരു അച്ചാർ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സാധാ മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിക്കുമായിരുന്നു, ഇക്ക എന്തൊക്കെയാണ് ഇതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇക്ക എനിക്ക് ഓരോ ഫുഡുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് വേറെ നിറച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ഫുഡിൻ്റെ പേരൊക്കെ ഇക്ക പറഞ്ഞു തരികയാണ് കേട്ടോ. കേൾക്കാം. മട്ടൻ പഞ്ചാബി ബിരിയാണി, ഇത് പപ്പടം, റോസ്റ്റഡ് പപ്പടം, ഗ്രീൻ സാലഡ് അല്ലേ, ബട്ടർ ചിക്കൻ, ബട്ടർ നാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അപ്പം ഞങ്ങൾ പോണ വഴിക്കുന്ന കടയിലും കൂടെ കയറിയിട്ട് ഡ്രസ്സ് എല്ലാവർക്കും എടുത്തിട്ട് പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ബ്ലോക്കാട്ടോ. പെരുന്നാളിൻ്റെ തലേന്നായതുകൊണ്ടാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ പോലെ മറൈൻ ഡ്രൈവിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. കാല് കുത്താൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ എന്നിട്ട് പോയിട്ടുള്ളത് പോത്തീസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എന്തായാലും ഡ്രസ്സ് കിട്ടും, നമുക്ക് എല്ലാവർക്കും ഒന്ന് അവിടെ നിന്ന് എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറി. ഈ പറഞ്ഞ പോലെ പോത്തീസിലും ഭയങ്കര തിരക്കായിരുന്നു. രാത്രി 9 മണി 9:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പോത്തീസിൽ വരുന്നത് കേട്ടോ. അങ്ങനെ ഇക്ക കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാനും മക്കളും നേരെ കടയിലേക്ക് കയറുകയാണ് കേട്ടോ. ഒരുപാട് അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. നല്ല മോഡലുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയുക ഒരുപാട് നല്ല വലിയ വലിയ ഡ്രസ്സുകളൊന്നും എനിക്കിഷ്ടമല്ല, ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകൾ ഇഷ്ടമല്ല. എനിക്ക് സിമ്പിൾ ഡ്രസ്സുകളാണ് ഇഷ്ടം. ഇവിടെ കണ്ടോ നല്ല കല്യാണ പാർട്ടി നല്ല ബ്ലൗസുകളാണ്, റെഡിമെയ്ഡ് ബ്ലൗസുകളാണ്. പിന്നെ നല്ല ഒത്തിരി ഡ്രസ്സുകളുണ്ട്. പിന്നെ ഞാനിന്ന് വീഡിയോ എടുത്തപ്പം കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എല്ലാം കൂടെ നല്ല ഫാൻസി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എനിക്കും മക്കൾക്കും ഇക്കാക്കും എല്ലാവർക്കും ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് എടുത്ത ഡ്രസ്സുകൾ കാണിച്ചു തരാം. ഇത് സൈബാക്കാണ് കേട്ടോ, ചെറിയവൾക്ക്. അവൾക്ക് ഇതൊരു ഫ്രോക്കാണ്. പിന്നെ പാൻറ് എടുത്തു, പിന്നെ ഒരു ഷർട്ട് എടുത്തു. അവൾക്ക് 2 കൂട്ടം എടുത്തു കേട്ടോ. പിന്നെ സിയാമോൾക്ക് ക്രോപ്പ് ടോപ്പും പാൻറ്റുമാണ്. അവൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനത്തതിനോടൊക്കെ താല്പര്യം. പിന്നെ എനിക്കിതേ ഷോള്, കുർത്തി, പിന്നെ അതുപോലെ ഒരു പാൻറ്റും. ഇക്കയുടെ ആഗ്രഹം പോലെ തന്നെ കുർത്തിയാണ്. പിന്നെ ഇക്കാക്ക് പാൻറ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി പാൻറ്റുകളുണ്ട്. അങ്ങനെ ഷർട്ട് മാത്രം മേടിച്ചോളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഡ്രസ്സുകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.